അപ്പോൾ ഞാൻ മുത്തശ്ശിനെ കണ്ടിട്ട് വരാം. ಸೆಕೆಂಡ್ ಪಾರ್ಟ್ போல ஃபர்ஸ்ட் பாயிண்ட்க்கு மாத்திரம் போய்ட்டாங்க. അങ്ങനെ ഒന്നും ശരിയാക്കി முடியாது. ആഹാ സെക്കൻഡ് പാർട്ട് இருக்கா? ഇത് ഇருக்கு. എല്ലാം കണ്ട? ഫസ്റ്റ് പാർട്ട് കണ്ട് സെക്കൻഡ് പാർട്ട് കണ്ടില്ല. അപ്പോൾ മച്ചാന്മാരെ നമ്മളിപ്പോൾ ഉള്ളത് തുഷാരഗിരി വാട്ടർഫാൾസിലാണ്. അപ്പോൾ അങ്ങോട്ട് നടന്ന് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ലൊരു കുത്തനുള്ള കയറ്റമാണ്. ആവശ്യതയാവും. അപ്പോൾ മച്ചാന്മാരെ വയനാട് ട്രിപ്പിൻ്റെ ഒരു മൂന്നാം ഭാഗം ഇട്ടത്. ഞങ്ങളിപ്പോൾ തുഷാരഗിരിയിലെത്തി. കോഴിക്കോട് ജില്ലയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ മച്ചാന്മാരെ തുഷാരഗിരി ഇക്കോ ടൂറിസത്തിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മച്ചാന്മാരെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മുത്തങ്ങ കാട്ടിലൂടെ ഒക്കെ പോയിരുന്നു. പക്ഷേ നമുക്ക് മാനുകളൊക്കെ കാണാൻ പറ്റിയിരുന്നു. നമ്മൾ ആനേനെയും സിംഹത്തിനെയും പുലിനെയൊക്കെ കാണാമെന്ന് വിചാരിച്ചു. പക്ഷെ നടന്നില്ല. തിരിച്ചു വരുമ്പോൾ കാണാമെന്ന് വിചാരിച്ചു. അതും നടന്നില്ല കേട്ടോ. തിരിച്ചു വരുമ്പോൾ ഒന്നും കണ്ടില്ല. ഭയങ്കര ഇട്ടായിരുന്നു. ഒരു മ്ലാവിനെ മാത്രം കണ്ടു. മച്ചാന്മാരെ നിങ്ങളിത് കാണുക. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്ലാസ്റ്റിക്കുകൾ ഇടാനുള്ള വലിയൊരു ഡസ്റ്റ്ബിൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പ്ലാസ്റ്റിക്കുകൾ ഇതിൻ്റെ അകത്ത് നിക്ഷേപിക്കുക. അടിപൊളി കേട്ടോ. നല്ല അടിപൊളി ഗാർഡനൊക്കെയാണ്. നല്ല അടിപൊളി വെള്ളച്ചാട്ടമാണെന്ന് പറഞ്ഞു കേട്ടു. ഈരാറ്റ് മുക്ക് വെള്ളച്ചാട്ടം, മഴവിൽ ചാട്ടം, തുമ്പി തുള്ളും പാറ, താന്നി മുത്തശ്ശി. അടിപൊളി. അഡൽറ്റിന് 30, ചിൽഡ്രൻസിന് 15, സ്റ്റുഡൻസിന് 15, ഫോറിൻസിന് 50. ഓക്കെ. 3 മണിക്ക് ശേഷം മഴവിൽ ചാട്ടം, രണ്ടാം വെള്ളച്ചാട്ടം, തുമ്പിതുള്ളും പാറ, മൂന്നാം വെള്ളച്ചാട്ടം എന്നിവിടങ്ങളിലേക്ക് പ്രവേശനം അനുവദിക്കുന്നതല്ല. ആയിക്കോട്ടെ, അനുവദിക്കേണ്ട. നമ്മളിപ്പോൾ നേരം വെളുത്തിട്ടല്ലേ ഉള്ളൂ. 3 മണിയായിട്ടില്ലല്ലോ. പിന്നെ ക്യാമറ കൊണ്ടുപോകണേന് ഇവിടെ പൈസ മേടിക്കട്ടെ, 50 രൂപ. നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടാ. ചെറുതാണ് ഇത്. ചെറുത് മക്കളുടെയൊക്കെ അടിപൊളിയാവുന്ന പറഞ്ഞിട്ട്. ഇവിടുത്തെ ഒരു കൗതുകം എന്ന് വെച്ചാൽ എനിക്കൊരു കൗതുകമായിട്ട് തോന്നിയത് എല്ലാ മരങ്ങളുടെ പേരും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ. കായാമ്പൂ മരം, കായാമ്പൂ വിടരും, അത് ഞാവലിട്ടാ. കമലദളം, കണിക്കൊന്ന, താനി, താനി, സുരക്ഷാ വേലി മറികടക്കരുത്, കല്ലടമല, നല്ല തെളിഞ്ഞ വെള്ളട്ടാ. എന്നാ വെള്ളച്ചാട്ടം, അടിപൊളി വെള്ളച്ചാട്ടം. മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി വെള്ളച്ചാട്ടം ഇരിക്കുന്ന പറഞ്ഞത്. സൂപ്പറല്ലേ സംഭവം? ഇനിയോട്ടൊരു തൂക്കുപാലുണ്ട്. അത് മുത്തശ്ശിമല, തുഷാരഗിരി ഇക്കോ ടൂറിസം. ഇതെന്താ അതിൻ്റെ ഉള്ളിൽ? അതെ, തുമ്പിതുള്ളും പാറ. നമ്മളപ്പോൾ മുത്തശ്ശിമല കാണാൻ പോട്ടാ. താന്നി മുത്തശ്ശി. സാധാരണ മുത്തശ്ശി ഒന്നല്ല, താന്ന മുത്തശ്ശി അല്ലേ? അപ്പോൾ താഴത്തേക്കാണ് ഇറങ്ങിപ്പോണം. അതാണ് താന്നി മുത്തശ്ശിട്ടാ. ആ കുട്ടി നോക്കി നടക്കട്ടെ, വീഴരുത്. റയാന നോക്കി നടക്ക്, വീഴരുത്. പിന്നെ വരുന്നത് കുത്തിയൊഴുകും പാറ. അങ്ങനെയാണ് എൻ്റെ പേര്. ഇതാണ് ആ മരം കേട്ടോ. ഈ മരത്തിൻ്റെ ഉള്ളിൽ കയറുന്ന ആകാശം കാണാന്നാണ് പറയണത്. ഇതിനകത്ത് ഭൂതപ്രേതങ്ങളൊക്കെ ഉണ്ടാവും പറഞ്ഞു. അപ്പോൾ ഞാൻ മരതാ, ഇതാണ് മരം.
ഈ മരത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറണം കേട്ടോ. ഓക്കെ, ഞാൻ കയറാം. അപ്പം ഞാൻ മുത്തശ്ശിനെ കണ്ടിട്ട് വരാം. മുത്തശ്ശിയ അടിപൊളിയാട്ടാ. പിന്നെ തോന്നി നോക്കി കഴിഞ്ഞാലേ ഏറ്റവും ടോപ്പ് ഇവിടെ ആകാശം കാണാം. നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങനെ ഇരിക്കാം. ഓക്കെ, ക്യാമറ ഉണ്ടോ? അവർക്ക് കാണിച്ചു കൊടുക്കട്ടെ. ഓക്കെ മച്ചാമാരതാ, ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ കേട്ടാ ഫുള്ള് പോതുകളാണ്. ഇത് ഫുള്ള് പോതാണ് കേട്ടാ. ഇത് കാണുന്നുണ്ടോന്ന് അറിയാം കേട്ടാ. എന്നാ ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മേലെ ഒരു ഹോളുണ്ടാവും. അടിപൊളി. ഇവിടെയൊക്കെ ഹോളുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഹോളുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഹോളുണ്ട്. പിന്നെ ഇതിനെ കൂടെ നോക്കി കഴിഞ്ഞാൽ പുറത്താണ്. അടിപൊളി. പിന്നെ വേരുകളൊക്കെ ഉണ്ടോ? വേരുകൾ പിന്നെ വേരെന്ന് പറഞ്ഞാൽ ഉള്ളിലാണെന്ന് കൊണ്ടിട്ടാ. അടിപൊളി. അപ്പൊ നമ്മൾ കയറിയതോടെ തന്നെ ഇറങ്ങണ്ട, കാരണം ഇവര് ഇതിനുള്ളിൽ കയറുന്ന ഒച്ചമാർ എടുക്കുന്നത്. അടിപൊളി വെള്ളച്ചാട്ടോടാ. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഇതിലും സൂപ്പറാവും അല്ലേ. തെറിച്ച് പോവും. മഞ്ഞ് വേണം, മഴയും വേണം, വെയിലും വേണം, ലാവും വേണം, ഇരുട്ടും വേണം, പുലരിയും വേണം, പൂവെന്നാണ് അവിടെ നിന്ന് മാറ്റി കളഞ്ഞില്ല. ഓക്കെ, പൂവും വേണം, പുഴുവും വേണം, വേണം വേണം ഞാനും പാരിന്. കുഞ്ഞുണ്ണി മാഷ് താനി മുത്തശ്ശിക്ക് വേണ്ടിയിട്ട് എഴുതിയ ഒരു കവിതയാണ്. ആ മരം ഉണ്ടല്ലോ, നമ്മൾ അതിനുള്ളിൽ കയറിയില്ലേ, ആ മരത്തിന് വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്ന ഒരു കവിത കേട്ടോ. അപ്പോൾ കുഞ്ഞുണ്ണി മാഷ്ക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഇനി നമ്മളിതിന് മേലെ കയറാൻ പോവാം. അപ്പോൾ മച്ചാന്മാരെ ഇതൊരു 1 ടാസ്ക് കേട്ടോ. അല്ലേ, 1 ടാസ്ക് അല്ലേ? കയറാൻ ബുദ്ധിമുട്ടല്ലേ? രസില്ലേ? ಸೆಕೆಂಡ್ ಪಾರ್ಟ್ ಇಟ್ಕೊಲ್ಲ, ಫಸ್ಟ್ ಪಾರ್ಟ್ ಮಾತ್ರ പോയിട്ട് അങ്ങനെ ഒന്നും ശരിയാക്കി. ആഹാ, സെക്കൻഡ് പാർട്ട് എടുക്കാം. ഇതിർക്ക് ഏർത്തിട്ട് എല്ലാം കണ്ട ഫസ്റ്റ് പാർട്ട് കണ്ട് സെക്കൻഡ് പാർട്ട് കണ്ട്. ആ, ഒമ്പൻ ടാസ്ക് കേട്ടത്. ഇതാ കുത്തനുള്ള കയറ്റമാണ്, ഭയങ്കര കയറ്റമാണ്. ഇങ്ങനെയുള്ള പാറയമ കൂടെ ചവിട്ടി കയറണം കേട്ടാ. ആ, അവര് ഫസ്റ്റത്തെ ഇത് മാത്രമേ കണ്ടു, രണ്ടാമത്തേക്ക് പോയില്ല. ഇടങ്ങേറാവുന്ന പറഞ്ഞ്. തരുണി നീ എങ്ക പോറേ? ഞങ്ങൾ മല താണ്ടി കടൽ താണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നല്ല വെള്ളമാണെങ്കിലടാ, നല്ല വെളുത്ത കല്ലുകളിട്ടാ. അടിപൊളി. കൊണ്ടുപോയി വീട്ടിൽ പോളിഷ് ചെയ്ത് വെക്കാം. നമ്മൾ പിന്നെ ലഡാക്കിൽ നിന്ന് കല്ലുകൾ കൊണ്ടുവന്നുണ്ട്. അത് കഴുകി വൃത്തിയാക്കി പോളിഷ് ആക്കിയിട്ടില്ല. പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഹാൻഡ്ലേന്നൊരു വില എടുത്തിട്ടുണ്ട്, ലഡാക്കിൽ നിന്നൊരു വില എടുത്തിട്ടുണ്ട്. ഓക്കെ, അതേ പോകണുണ്ടോ പിള്ളേർ? അപ്പോൾ മച്ചാന്മാരെ, അപ്പോൾ ആദ്യത്തെ 1 ടാസ്കിലേക്ക് നമ്മൾ കടന്നു കേട്ടോ. ഇതാണ് ആ വെള്ളച്ചാട്ടം. ഓക്കെ, അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ്, സെക്യൂരിറ്റിയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിലേക്ക് ഒരു 600 മീറ്റർ കൂടെ ഉണ്ട്. അത് പോകാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. ഓക്കെ, ഫാമിലി മൊത്തം തിരിച്ചു പോയിട്ടാ. അവർ മൊത്തം തിരിച്ചു പോയി, കാരണം അവർക്ക് കയറാൻ പറ്റുന്നില്ല. നമുക്ക് കയറാൻ പറ്റുന്നില്ല, പിന്നെ അവർക്ക് കയറാൻ പറ്റുന്നു. ഇവിടെ നിറച്ചേ വേരുകളും കല്ലുകളും കേട്ടാ. നന്നായി ഫാമിലിയും കൂടെ കൊണ്ടുവരാൻ. അവരെങ്ങനെ ഇപ്പോൾ ഇത് അങ്ങോട്ട് ചാടി കിടക്കുന്ന ഇത് ഈ വെള്ളം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്ത് കിടക്കാൻ പറ്റുള്ളൂ കേട്ടോ. മച്ചാന്മാരെ, അപ്പോൾ ഇതാണ് വെള്ളച്ചാട്ടം. സുരക്ഷാ വേലി മറികടക്കരുത്, ഡാം വെള്ളച്ചാട്ടം. ആ, ഇത് രണ്ടാമത്തെ വെള്ളച്ചാട്ടമാണ്. ഒന്നാമത്തെ വെള്ളച്ചാട്ടം എവിടെ നിന്നാണ്? ഇതിന് മേലെ ഇരിക്കും. ഇതാ ഇങ്ങനെ ഒഴുകി വരുന്നേട്ടാ, അവിടെ നിന്ന് ഒഴുകി വരുന്നതാണ്. കുട്ടികളൊക്കെ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കണം.
കാരണം പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ കുട്ടികളൊക്കെ കയ്യിൽ നിന്ന് കൊണ്ട് വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. അടിപൊളി. ഈ വെള്ളച്ചാട്ടമാണ് നമ്മൾ താഴെന്ന് കയറി വരുമ്പോൾ കാണണം കേട്ടോ. മഴയായി കഴിഞ്ഞപ്പോൾ ഇതിലും ഇരട്ടിയായിരിക്കും കേട്ടോ ഒഴുക്കേ. അപ്പോൾ ഒന്നാമത്തെ വെള്ളച്ചാട്ടത്തിലേക്ക് നടന്നു പോകാം. എന്താ പേരെന്താ? ജയേഷ്. നന്ദു. എവിടുന്നാ? ബത്തേരി. വയനാട് ബത്തേരി. ഓക്കെ, എന്നാ പോവല്ലേ? ആവശ്യമായില്ലേ? വൺ ടാസ്ക്കാണ്. ഒരു തുള്ളി വെള്ളമില്ലാണ്ട് ഇങ്ങോട്ട് വരാൻ പാടില്ല അല്ലേ? അത്ര ഇടങ്ങാറായില്ലേ? ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല. അതല്ലേ, ഞാനും ഇത്രയും പ്രതീക്ഷിച്ചില്ല. അമ്പ, ഇത് വൺ ടാസ്ക് കേട്ടാ. ചിലപ്പോൾ വീഴുന്ന കിട്ടിയാലാ. അപ്പോൾ മച്ചാന്മാരെ, കൊടുങ്കാട്ടിലൂടെയുള്ള യാത്ര വൺ ടാസ്ക് യാത്ര കേട്ടാ. ഒരു രക്ഷയില്ല. ആവശ്യതയായി. ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. മഴവിൽ വെള്ളച്ചാട്ടം എന്നാണ് അതിനെ പറയുന്നത്. വായൊക്കെ കുഴഞ്ഞു കൊണ്ടാ. മഴവിൽ വെള്ളച്ചാട്ടം എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, രക്ഷയില്ല. ഞാൻ കാണിച്ചു തരാം. അടിപൊളിയാണ്. സൗണ്ടൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ ക്യാമറ ഓണാക്കി. കുറേ നടക്കാനുണ്ട് കേട്ടോ. ഒരു 2-2.5-3 കിലോമീറ്റർ നടക്കേണ്ടി വരും. എന്നാലും നമ്മളിവിടെ എത്തിച്ചേരുള്ളൂ. അടിപൊളി. പക്ഷേ വെള്ളം കുറവാണെന്നാണ് പറഞ്ഞത്. പക്ഷെ വെള്ളം കൂടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അവിടെ നമ്മളൊരു ക്രോസ് ഉണ്ട്, വാട്ടർ ക്രോസ് ഉണ്ട്. അത് ചാടി കടന്നിട്ട് വേണം ഇങ്ങോട്ട് എത്താനായിട്ട്. ഓക്കെ, പിന്നെ നല്ല വഴുക്കലുണ്ട്. കുറേ സ്ഥലങ്ങളിൽ വഴുക്കലുണ്ട്. ചെരുപ്പ് വന്നിട്ട് വരാൻ പറ്റില്ല. നല്ല ഗ്രിപ്പുള്ള ഷൂ ഇട്ട് വരാം. കയ്യിൽ വെള്ളം കുടിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉള്ള കരുതാം. എന്താ വെള്ളം ചേട്ടാ? ഒരു തുള്ളി വെള്ളമുള്ളൂ അല്ലേ? നഷ്ടമായല്ലോ അല്ലേ? സംഭവം അടിപൊളിയാണെന്നാണ് പറഞ്ഞേട്ടോ. പക്ഷേ ഒരു വമ്പൻ നഷ്ടമായി പോയി. നമ്മൾ തന്നെ കയറിയിട്ട് കയറണില്ല. പിന്നെ ഫാമിലിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പോയിട്ട് പോയാനെ. അവർക്കൊന്നും പറ്റില്ല. ചെറിയ പിള്ളേർക്ക് പറ്റുള്ളൂ. എന്തായി? നഷ്ടമായില്ല. എത്ര കിലോമീറ്റർ ആണെന്നുണ്ടാവും? 2.5 3.5 കിലോമീറ്റർ ആണെന്നുണ്ടാവും. 4 കിലോമീറ്റർ എന്തായാലും കണക്കൂട്ടണം. ദാഹത്തിന് ആവശ്യത്തിന് വെള്ളം കുടിക്കാട്ടാ. അത്രയും വെള്ളമുണ്ട്. നല്ല തണുപ്പുണ്ടല്ലോ വെള്ളത്തിന്. അച്ഛന്മാരേതാ? ഇതാണ് വെള്ളച്ചാട്ടോട്ടാ. ഞാൻ കുറേ വെള്ളം കുടിച്ചിട്ടാ. നല്ല അടിപൊളി തെളിഞ്ഞ വെള്ളം. എന്തു ടേസ്റ്റാണ് വെള്ളത്തിന്. അടിപൊളി, സൂപ്പർ. വെള്ളം കുറവാണ്. ഞാനും ആ പിള്ളേരും കൂടെ, ഞാൻ തിരിച്ചു പോയതാണ് അവിടെ നിന്ന്. അപ്പോൾ ആ പിള്ളേരെ കണ്ടപ്പോൾ എന്ത് ചെയ്തു, ഞാൻ അവരുടെ കൂടെ പോകുന്നതാ. അപ്പോൾ കുറേ വെള്ളം കുടിച്ചു. നല്ല അടിപൊളി വെള്ളം, നല്ല ടേസ്റ്റുള്ള വെള്ളം. അപ്പോൾ പറയാനൊന്നും പറ്റില്ല. പിള്ളേർ അവിടെ നിന്ന് ഇറങ്ങി വരണ്ടായിരുന്നു. ഞാൻ തിരിച്ച് സെക്കൻഡ് വാട്ടർഫാൾ ഉണ്ടല്ലോ, അത് കണ്ടിട്ട് തിരിച്ച് അങ്ങോട്ട് വെള്ളം, അവിടെ ഒരു വാട്ടർ ക്രോസ് പോലെ ഉണ്ട്. ആ ക്രോസ് ഞാൻ അങ്ങനെ ചാടി കിടന്നിട്ട് അങ്ങോട്ട് നടക്കായിരുന്നു. അപ്പോൾ വരുമെന്ന് അങ്ങനെ ഇവരെ കൂടെ ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഇവർ ചെറിയ പിള്ളേരല്ലോ. അപ്പോൾ ഇവരെ കൂടെ അങ്ങോട്ട് പോന്നു. അപ്പോൾ ഇങ്ങോട്ട് പോന്ന് പിന്നെ അങ്ങോട്ട് പോകുന്നത് അറിഞ്ഞില്ല. വർത്തമാനം പറഞ്ഞ് പോന്നപ്പോഴേ അറിഞ്ഞില്ല. കുറച്ച് കിതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ ആ ഒരു വന്നതിൻ്റെ ഒരു ഇതും പിന്നെ വെള്ളം കുടിച്ചതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടിപൊളി വാട്ടർഫാൾ. അപ്പം മച്ചന്മാരെ, ഇതാണ് 3-ാം വെള്ളച്ചാട്ടം. ഇവിടെ നിന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ അവിടെ തൊടാം. ഇങ്ങനെ പതുക്കെ പോകേണ്ടി വരും.
അവശതയായി. അപ്പോൾ നമ്മൾ ഒന്നാം വെള്ളച്ചാട്ടം കണ്ടു, രണ്ടാം വെള്ളച്ചാട്ടം നമ്മൾ ആദ്യം കണ്ടു. ഓക്കെ, ഇവിടേക്ക് കയറാൻ നമുക്കറിയില്ലായിരുന്നു. ഇപ്പോൾ തിരിച്ച് വരുമ്പോഴാണ് ഇവിടെ നിന്ന് ആൾക്കാർ വരാനുണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതാണ് മൂന്നാം വെള്ളച്ചാട്ടം. അപകട മേഖല എന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതാ അടിപൊളി വെള്ളച്ചാട്ടം. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ അവിടെ ആയിരിക്കണം. ഓയ് 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 മച്ചാനൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടാ. നമ്മളെ ഫാമിലിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടാ. അവിടെ നിന്ന് കുളിക്കാനുണ്ട് അവർ. എന്താ വെള്ളച്ചാട്ടം അടിപൊളി. നേരെ പോയി വന്നു. ഞാൻ നടന്നു. അപ്പോൾ മച്ചാന്മാരെ എന്താ, ഇതാണ് നമ്മൾ ആദ്യം കണ്ട വാട്ടർഫാള്. അവിടേക്ക് ഇവിടെ നിന്ന് കുളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇവിടെ കുളിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഒരുപാട് പേര് വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഈ വെള്ളച്ചാട്ടം ഈ ചാടി വരുന്നതാണ് നമ്മൾ മൂന്നാമത്തെ വെള്ളച്ചാട്ടമായിട്ട് മേലെ നിന്നാണ്ട്. ഇവിടെ ഒരുപാട് പേരുണ്ട് കേട്ടോ, ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടേ അങ്ങനെ നിൽക്കുകയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ, നല്ല അടിപൊളി പിക്ചർ ഇട്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ. അപ്പം മച്ചാന്മാരെ നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കട്ടാ. നമ്മൾ ഈ വെള്ളച്ചാട്ടമൊക്കെ കണ്ടു, തിരിച്ച് ഇറങ്ങാൻ കുറച്ച് ടാസ്ക്കാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.